അള്ളാന്റെ റസൂൽ വളർത്തുമ്മയോട് കാണിച്ച സ്നേഹം നിങ്ങൾക്കറിയോ? ശരീരമെല്ലാം മെലിഞ്ഞുണങ്ങിപ്പോയ പ്രായം ചെന്ന കാലിലൂടെ രക്തം പൊട്ടി ഒഴുകുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ ആ ചുമന്ന ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് എന്റെ നബിയോടാണ് എനിക്കു പ്രേമം, സ്നേഹക്കടലോടാണ് എനിക്കു ദാഹം. ഉമ്മ നരകത്തിലാണെന്ന് പറയുന്നവരില്ലേ നമ്മുടെ കൂട്ടത്തിൽ? എങ്ങനെയാണ് അവർക്ക് കഴിയുന്നത്? അതിന് തെളിവ് കണ്ടെത്താണ്. വേറെ എല്ലാം തികഞ്ഞു, ഇനി അത് മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ എത്ര അപകടമാണ്. മുത്തുനബിയുടെ ഉമ്മ ആമിന ബീവി നരകത്തിലാണെന്ന് പരസ്യമായി പറയാൻ ആളുകൾ തയ്യാറെടുക്കാണ്. അതിന് ഉസ്താദുമാര് ചോദിച്ചാൽ അതിന് തെളിവ് കണ്ടെത്തിയിട്ട് ഉമ്മയെ നരകത്തിലാക്കാനുള്ള പാടുപെടുകയാണ് ചില ആളുകൾ. എന്തൊരവസ്ഥയാണ്. അബവാ എന്ന മുത്തറസൂലിന്റെ ഉമ്മാടെ ഖബറിന്റെ ചാരത്ത് ഹബീബ് പോയി കരഞ്ഞിട്ടുണ്ട്. ഇന്നും നമ്മളൊക്കെ മക്ക മദീനൊക്കെ പോകുമ്പോ അബവായിലേക്ക് എത്തുമ്പോ കാലിനൊരു വിറയലല്ലേ? ആരാണത്? പുന്നാര ഹബീബിന്റെ പ്രിയപ്പെട്ട ആമിന ഉമ്മ. വളർത്തുമ്മയോട് കാണിച്ച സ്നേഹം നിങ്ങൾക്കറിയോ? അള്ളാന്റെ റസൂൽ വളർത്തുമ്മയോട് കാണിച്ച സ്നേഹം നിങ്ങൾക്കറിയോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കുന്ന സമയത്ത് അന്ന് അറേബ്യയിൽ എല്ലാ ആഘോഷങ്ങളും നടക്കുന്ന കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് ലഭിച്ചിട്ടില്ലാത്ത സമയമാണ്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സുബ്ഹാനല്ലാഹ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മണവാളനായി സ്വീകരിക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സ്വത്തുണ്ട്, ധാരാളം സമ്പാദ്യമുണ്ട്, വിശാലമായ പന്തലും വിഭവമായ ഭക്ഷണങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ട്. ആളുകൾക്കിടയിലൂടെ ഒരു പ്രായം ചെന്ന് ശരീരമെല്ലാം മെലിഞ്ഞുണങ്ങിപ്പോയ പ്രായം ചെന്ന കാലിലൂടെ രക്തം പൊട്ടി ഒഴുകുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മ ആ കൊട്ടാര സമാനമായ പന്തലിന്റെ മുമ്പ് പോയി നിന്നിട്ട് ഇത് മുഹമ്മദിന്റെ കല്യാണം നടക്കുന്ന വീടാണോ എന്ന് ചോദിക്കുകയാണ്. മുഹമ്മദേ എന്ന് അല്ലമീനെ എന്ന് ആ വീടിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ വിളിക്കുമ്പോ പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുന്നു, എന്റെ മുഖത്തേക്ക് മോനൊന്ന് സൂക്ഷിച്ചു നോക്കുവോ, എന്റെ മുഖത്തേക്ക് മോനൊന്ന് സൂക്ഷിച്ചു നോക്കുവോ. ഇത് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞിട്ട് ആ ഉമ്മയെ കൊണ്ടുപോവുകയാണ്. ആളുകളൊക്കെ അത്ഭുതപ്പെട്ടു. എവിടെ നിന്നോ വന്ന പ്രായം ചെന്ന പടുകിളവിയായ ഉമ്മയെ അല്ലാഹുവിന്റെ റസൂൽ എന്തിനാ കൊണ്ടുപോകുന്നത്? ഖദീജയോട് പറഞ്ഞു, ഉമ്മയെ കുളിപ്പിക്കണേ, നല്ല വസ്ത്രം ധരിപ്പിക്കണേ. ഖദീജ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ഇത് ഏതുമ്മയാണ്? എന്റെ ഉമ്മയാണ് ഖദീജ, എനിക്ക് പാല് തന്ന ഹലീമ എന്ന ഉമ്മയാണ് ഖദീജ. അന്ന് അറേബ്യൻ കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്ന സാധാരണക്കാരെ കൊണ്ട്, സ്ത്രീകളെ കൊണ്ട് ഈ മക്കളെ മുലപ്പാല് കൊടുക്കുന്ന സമ്പ്രദായമുണ്ടായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ മുഹമ്മദ് എന്ന പൊന്നുമോനെ കൊണ്ടുപോയത് ഈ പ്രിയപ്പെട്ട ഹലീമ ബീവിയുടെ അരികിലായിരുന്നു. ആരും എടുക്കാതെ യതീമായതുകൊണ്ട് മാറ്റിവെച്ചിരുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഹലീമ ബീവി ഏറ്റെടുത്തപ്പോ പാല് കൊടുത്തു. അവിടുത്തെ അത്ഭുതങ്ങളും അനുഭവങ്ങളും മുഴുവനും ആസ്വദിച്ചു. അത് കഴിഞ്ഞ് ആമിന ബീവിക്ക് മടക്കി കൊടുത്തു. പക്ഷേ അതും ഉമ്മ തന്നെയല്ലേ, മുലകുടി ബന്ധത്തിലെ ഉമ്മ തന്നെയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ ഉമ്മയാണ് ഹലീമ ഉമ്മയാണ്, അതുകൊണ്ട് ഭക്ഷണം കൊടുക്കണേ, വസ്ത്രം കൊടുക്കണേ. ആലോചിക്ക് നിങ്ങൾ, ആ ഉമ്മാക്ക് പോലും ഒരു പോറലേക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ആമിന ബീവിയുടെ കഥ എന്താ? എന്തൊക്കെ കൊണത്ത മക്കളെ. ഹലീമ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുകയാണ്, നല്ല വസ്ത്രം ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ധാരാളം ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം മുഴുവനും ആ ഉമ്മ കഴിച്ചു. എന്നിട്ടൊരു പാത്രത്തിനകത്ത് ഹലീമ ബീവിയുടെ ഭർത്താവ് അവര് ആ മലയുടെ അപ്പുറത്ത് താമസിക്കുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൂടി പാക്ക് ചെയ്തു കൊടുത്തു. പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖദീജ
എന്തെങ്കിലും നിന്റെ ഉമ്മാക്ക് നീ ഒന്ന് കൊടുക്കുവോ? യാ റസൂലല്ലാഹ്, എന്താണ് ഞാൻ കൊടുക്കേണ്ടത്? ഭക്ഷണം കൊടുത്തു, വസ്ത്രം കൊടുത്തു, ഭർത്താവിനുള്ള ഭക്ഷണം കൊടുത്തു. യാ റസൂലല്ലാഹ്, ഇനി എന്ത് കൊടുക്കണം നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്തെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് നീ കൊടുക്കുവോ? അല്ലാഹുവിന്റെ റസൂലിനെ നോക്കിയിട്ട് ഖദീജ ബീവി പറഞ്ഞു, നബിയേ, എല്ലാം അങ്ങേക്ക് കൊടുക്കാമല്ലോ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖദീജ, ഞാനൊരു ഫഖീറല്ലേ, എന്റെ കയ്യിൽ കൊടുക്കാൻ എന്തേ ഉള്ളത്? ഞാനൊരു പാവപ്പെട്ടവനല്ലേ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നബിയേ, നിങ്ങളാണ് രാജാവ്, നിങ്ങൾ എങ്ങനെയാണ് പാവപ്പെട്ടവനാകുന്നത്? എന്റെ സ്വത്തെല്ലാം നിങ്ങൾക്കുള്ളതല്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഒരു 20 ആട് എന്റെ ഉമ്മാക്ക് കൊടുക്കുവോ? ഒരു 20 ആടുകളെ എന്റെ ഉമ്മാക്ക് കൊടുക്കുവോ? എന്റെ ഉമ്മ ആടിനെ മേച്ചുകൊണ്ട് ജീവിച്ചു കൊള്ളുവല്ലോ. എനിക്ക് പാല് തന്ന ഉമ്മ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ലെന്ന് പറയുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, മുഹമ്മദേ, ആ പർവ്വതത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന 100 ആടുകളെ കണ്ടോ? നല്ല വലിപ്പമുള്ള, നല്ല കളറുള്ള, നല്ല പാലുള്ള, കാണാൻ ചന്തമുള്ള 100 ആടുകളെ കണ്ടോ? ആ 100 ആടുകളെയും, ആടിനെ നോക്കാനൊരു ആട്ടിടയനെയും, അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനെയും അങ്ങയുടെ ഉമ്മാക്ക് വേണ്ടി ഞാനിതാ കൊടുക്കുന്നു നബിയേ. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. എന്നിട്ട് പ്രിയപ്പെട്ട മുത്തു ഹബീബ് പറയാണ്, എന്റെ ഉമ്മാക്ക് മരുഭൂമിയിലൂടെ നടന്നു പോകാൻ പ്രയാസമല്ലേ? പ്രസവിച്ച ഉമ്മയല്ല, ഒരുപാട് കാലം ഭക്ഷണം കൊടുത്ത ഉമ്മയല്ല, കുറച്ചു കാലം പാല് കൊടുത്ത ഒരു ഉമ്മായോടുള്ള സ്നേഹമാണ്. ഈ മുറിഞ്ഞ കാലും വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഈ ഗിരിനിരകൾ കടന്നു പോകാൻ കഴിയൂല. ആ സമയത്ത് ഖദീജ ബീവി ചോദിക്കുന്നു, മുഹമ്മദ് നബിയെ, ഒട്ടകം കൊടുക്കട്ടെയോ? അറേബ്യയിലെ ഏറ്റവും വിലപ്പെട്ട ഒട്ടകം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകമായിരുന്നു. ആ ചുമന്ന ഒട്ടകത്തെ കൊണ്ടുവന്നിട്ട് ഒട്ടകത്തെ നയിക്കാൻ ഒരാളെ കൊടുത്തിട്ട് ഹലീമ എന്ന ഉമ്മയെ ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റിയിട്ട് അതാ ആ പർവ്വതങ്ങൾ താണ്ടി പറന്നു വിടുമ്പോ കല്ലമ്പലത്തെ പള്ളിക്കലിലെ കെ ഗുണത്തെ ചെറുപ്പക്കാരാ, അറിയാതെ പോലും നിങ്ങളുടെ നാവുകൊണ്ട് മുത്തുനബിയുടെ ഉമ്മ നരകത്തിലാണെന്ന് പറഞ്ഞേക്കല്ലേ മക്കളെ. രക്ഷപ്പെടാ പ്രയാസമാണടാ, രക്ഷപ്പെടാ പ്രയാസമാണ്. നീ എല്ലാവരെയും കൂടെ കളിക്കുന്ന പോലെ ഹബീബിന്റെ കുടുംബത്തിനോട് കളിക്കല്ലേ. മൻമാത്ത അലാ ആലി അഹ്ലി ഹുബ്ബിഹി മാത മുഅ്മിനാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ചാരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവര് മോമിനായി മരിച്ചു എന്നാണ്. മൻമാത്ത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത ഷഹീദാ. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ അവര് ഷഹീദായി മരിച്ചവനെ പോലെ എന്നാണ്. മൻമാത്ത അലാ അഹ്ലി ഹുബ്ബിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ സ്നേഹിച്ച ആരെങ്കിലും മരണപ്പെട്ടാൽ വശറഹുല്ലാഹു മലക്കുൽ മൗതി ബിൽ ജന്ന. അസ്രായീൽ അവർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് അവരെ റൂഹ് പിടിക്കോളം നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണേ. ഹബീബിനെ കുറിച്ച് പറയുമ്പോ, മൗലിദിനെ കുറിച്ച് പറയുമ്പോ, മുത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോ, അഹ്ലുബൈത്തിനെ കുറിച്ച് പറയുമ്പോ ശ്രദ്ധിക്കണേ. അലീമ ബീവി എന്ന മാതാവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഈ സ്നേഹമാണ് കാണിച്ചതെങ്കിൽ വാപ്പയില്ലാതെ പ്രിയപ്പെട്ട മുത്തു ഹബീബിനെ വയറ്റിൽ കൊണ്ടു നടന്ന ആമിന ഉമ്മ. അല്ലാഹുവേ, പിന്നെ എല്ലാ ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. അവയുടെ വയറുകളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തുവരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്.